കഴിഞ്ഞ 2-3 ദിവസമായി വീഡിയോകൾ കാണുമ്പോൾ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ കണ്ടിട്ട് ചങ്ക് തകരുകയാണ്. ഇത്രയധികം മനോവൈകല്യമുള്ളവർ, തീവ്രവാദികൾ, വിഷമനസ്സിന്റെ ഉടമകൾ നമ്മുടെ ഈ കേരളത്തിലുണ്ടല്ലോ എന്നാണ്. ബുദ്ധിയും വിവേകവും വിവരമില്ലാത്ത കുറെ മന്ദബുദ്ധികളായിട്ടുള്ള കുറെ തീവ്ര മനസ്സിന്റെ ഉടമകൾ അവരങ്ങനെ തന്നെ വിളിക്കേണ്ടി വരികയാണ്. നമ്മുടെ ഈ സംസ്ഥാനം തകർന്നു വരുന്നതിൽ സന്തോഷിക്കുന്നവരെ പിന്നെ എങ്ങനെ വിളിക്കേണ്ടി? നമ്മുടെ ഈ രാജ്യം തകർന്നു പോകുന്നതിൽ സന്തോഷിക്കുന്നവരെ പിന്നെ എന്താ വിളിക്കേണ്ടി? അവർക്കത് മനസ്സിലാകുന്നില്ല. ഞാനൊരു ചെറിയൊരു ഉദാഹരണം ചോദിക്കാം. ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, സംശയമുണ്ടോ? BJP ആണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. NDA ആണ് അവരുടെ മുന്നണി എന്ന് പറയുന്നത്. BJP ഉണ്ട്, സംഘപരിവാറുണ്ട്, RSS ഉണ്ട്, പിന്നെ ഇതിനെല്ലാം പുറമെ കുറച്ച് അവരുടെ പോഷക സംഘടനകൾ എല്ലാം ചേർന്നതാണ് ഈ NDA എന്ന് പറയുന്നത്. മറ്റ് സംഘടനകളും ചേർന്ന് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സംഘടനകളും ചേർന്നാൽ NDA. അതിന്റെ പുറത്ത് ഇവിടെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ CPM, കോൺഗ്രസ്സുകാർ, മുസ്ലിം ലീഗുകാർ, അങ്ങനെ കുറെ ഇല്ലേ? അവരെല്ലാവരും ഈ നരേന്ദ്രമോദി അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ ഒരു വിഭാഗം അവിടെയുമുണ്ട്, ഇറാനിലുമുണ്ട്. ഇറാനിൽ അയത്തുള്ള ഖംനയെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം. അവർ ഈ അക്രമങ്ങൾക്കും ഭരണകൂടത്തെ ആക്രമിക്കുന്നതിനും അവരുടെ ആത്മീയ നേതാവിനെ ആക്രമിക്കുന്നതിനും കൊല്ലുന്നതിനും കൂട്ടി നിൽക്കുമെന്നാണ് അമേരിക്കയും ഇസ്രായേലും തെറ്റിദ്ധരിച്ചത്. പക്ഷെ ഖംനയെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി സംഗതി പണിപ്പാളും എന്നുള്ളത്. ഇപ്പൊ അവരെല്ലാം ഒറ്റക്കെട്ടാണ്, അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് തന്നെയല്ലേ നമ്മളും ചെയ്യാം. നമുക്കൊന്നും ആരെയും മോദിയെ കണ്ടുകൂടാ. മോദി RSSകാരന്, BJP കാരനാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്, ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇങ്ങനെയൊക്കെയാണല്ലോ പ്രചരിപ്പിക്കുന്നത് ഒരു വിഭാഗം. ഞാൻ ചോദിക്കട്ടെ, മറ്റേതെങ്കിലും ഒരു വൈദേശിക ശക്തി ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തെങ്കിലും ചെയ്യാൻ ധൈര്യപ്പെട്ടാൽ അപ്പോഴും നിങ്ങൾ ഇതേ നിലപാടെടുക്കുമോ? നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് പറ്റാത്ത ആൾക്കാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ട് മൂപ്പരങ്ങ് ചത്തുപോട്ടെ എന്ന് കരുതൂ? ഞാൻ കരുതില്ല. ഞാനൊരു BJP കാരനാണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ കരുതില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പരമാധികാരത്തിന്മേൽ ഒരാൾ കടന്നു കയറി, അത് ആര് തന്നെ കടന്നു കയറിയാലും കടന്നു കയറിയിട്ട് ഇവിടെ തോന്നിയസ് കാണിച്ചു കഴിഞ്ഞാൽ അത് തീവ്രവാദമാണ്, അത് അക്രമമാണ്, അതിന് കയ്യോടെ മറുപടി കൊടുക്കും. ചോരയ്ക്ക് ചോര, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, അത് കൂടിത്തിരിക്കും. ഒരു സംശയം വേണ്ട, ഞാൻ ഇറങ്ങും. അങ്ങനെ ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞാൻ ഇറങ്ങും. അതിന് ആരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളതല്ല, നമ്മുടെ രാജ്യമാണ് എന്നതാണ് പ്രധാനം. അതാണ് നിലപാട്, അതായിരിക്കണം നിലപാട് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ അങ്ങനെയാണോ നിലപാടെടുക്കുന്നത്? ഇറാനിൽ അയത്തുള്ള ഖംനയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ പരമോന്നത നേതാവ് മാത്രമല്ല, അവരുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു. പരമോന്നത നേതാവിന് കീഴെയുള്ള ഭരണത്തിന് കീഴെ ഒരു വിഭാഗം ഇവിടെ മോദി എതിർക്കുന്നത് പോലെ അവിടെ ഖംനയെ എതിർത്തുകൊണ്ടും ഭരണത്തിന്റെ ഒരു വിഘടന ഇവിടെ ഉണ്ടായിരുന്നു. അതേസമയം ഒരു ആത്മീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അവർ അയത്തുള്ള ഖംനയെ ഒരു കാരണവശാലും കൊല്ലണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. ഖംനയെ ഇല്ലാതായി തീരുമ്പോഴേക്കും അമേരിക്കയുടെ ചട്ടകമായി വരുന്ന ഒരു പാവ സർക്കാർ, പണ്ട് ഇറാഖിൽ അവരുണ്ടാക്കി വെച്ചതുപോലെ ഒരു സംവിധാനം ഉണ്ടായി വരുമെന്നും അങ്ങനെ നമുക്ക് അവിടുത്തെ സ്വത്തും മറ്റു കാര്യങ്ങളെല്ലാം കൊള്ളയടിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കാമെന്ന് അവർ കരുതി. അമേരിക്കയും ഇസ്രായേലും കരുതി. അത് പെട്ടുപോയി, പരാജയപ്പെട്ടു. അയത്തുള്ള ഖംനയെ മരിച്ചു കഴിഞ്ഞപ്പോൾ, അവരെ കൊന്നു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ കഥ മാറി. പിന്നെ കണ്ണും കുട്ടിയുള്ള അടിയാണ്. തിരിഞ്ഞു പിരിഞ്ഞ് നോക്കൂല. ഈ ഷിയാക്കളുടെ സ്വഭാവം ശരിക്കും ഒരു ഇതുവരെ പഠിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. അവർക്ക് മരണത്തിലും ചോരയിലും ഒരു തുമ്പുമില്ല, ഒരു വാലുമില്ല, ഒരു കാര്യമില്ല അവർക്ക്. അവർ ചുവന്ന കൊടി ഉയർത്തി എന്നാണ് പറയുന്നത്. ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ ഷഹീദാണ്, പിന്നെ അടിച്ച് തീരുക എന്നുള്ളതാണ്. അവർ ചോരെങ്കിൽ ചോര, കണ്ണിന് കണ്ണ്, പല്ലെങ്കിൽ പല്ല്, ഒരു നൃത്തം ഉണ്ടാവില്ല. ആര് പറഞ്ഞാൽ കേൾക്കല്ല. അങ്ങനെ ഇറങ്ങില്ല അവർ. ഞങ്ങളെ ഇറക്കരുത് എന്ന് ഇറാൻ മുമ്പ് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവിടെ ഖംനയെ എതിർത്തുകൊണ്ടിരുന്ന ആൾക്കാരും മറ്റുള്ളവരും എല്ലാം ഇന്ന് ഇറാന്റെ കീഴിൽ അണിനിരക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ ആക്രമിച്ച് കൊന്ന് ആ രാജ്യത്തിന്റെ ഭരണത്തെ അസ്ഥിരപ്പെടുത്തിയിട്ടും ഇപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അമേരിക്കയും ഇസ്രായേലും. വലിയ നഷ്ടമാണ് അവർ ഏറ്റുവാങ്ങുന്നത്. അവരുടെ സൈനിക താവളങ്ങളിൽ, GCCയിലുള്ള സൈനിക താവളങ്ങളിലൊക്കെ ബോംബിടുന്നുണ്ട്, അല്ലെങ്കിൽ മിസൈൽ ഇടുന്നുണ്ട്. ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ അമേരിക്കക്കാർ കൊല്ലപ്പെടുന്നുണ്ട്. എനിക്ക് കിട്ടിയ അറിവ്, അതായത് വളരെ അപൂർവമായി കിട്ടുന്ന അറിവുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ GCC രാജ്യങ്ങളിലെ, ഈ പറഞ്ഞ കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞു. ആരും വിവരങ്ങൾ പുറത്തുവിടരുത്, ചിത്രങ്ങൾ പുറത്തുവിടരുത് എന്ന് എല്ലാ രാജ്യങ്ങൾക്കും വിലക്കുണ്ട്. അതുകൊണ്ടാരും സോഷ്യൽ മീഡിയയിലെ മറ്റു ചിത്രങ്ങളോ വീഡിയോകളോ പുറത്തുവിടുന്നില്ല. അപൂർവം ചില ന്യൂസ് ചാനലുകൾ വാർത്തകൾ വിട്ടാലായി, വിട്ടില്ലെങ്കിലായി. അതാണ് നമുക്ക് വിവരം കിട്ടുന്നത്. അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളും മറ്റും ഫോൺ ചെയ്യുമ്പോൾ തരുന്ന വിവരങ്ങളാണ്. അവിടെ സിവിലിയൻസിനെ സംബന്ധിച്ചിടത്തോളം, മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നമില്ല, ഒരു വിഷയമില്ല. ആകെയുള്ള വിഷയം എന്ന് പറഞ്ഞത് ഗുരുതരമാണ് താനും. കാരണം ഭക്ഷണം, മറ്റ് സൗകര്യങ്ങളെല്ലാം അടഞ്ഞു വരികയാണ്. എല്ലാം വരുന്നത് എയറിലൂടെയാണ്. വ്യോമഗതാഗത സംവിധാനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. അങ്ങനെ വരുമ്പോൾ വലിയ പ്രശ്നമാണ്. അത് കഴിഞ്ഞ ദിവസം MA യൂസുഫ് അലി, നമ്മുടെ മലയാളത്തിലെ വ്യവസായ ഭീമന്റെ ഒരു സംസാരം തന്നെ നമുക്ക് കേട്ടാൽ മനസ്സിലാവുന്നത്.
അത് നമുക്കിപ്പോ തൽക്കാലം പാനിക്കാവേണ്ട അവസ്ഥ ഒന്നുമില്ല. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? മറുഭാഗം ഇത് നീണ്ടു നിന്ന് കഴിഞ്ഞാൽ പണി പാളും എന്ന് തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. അപ്പോൾ അത്തരത്തിൽ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ ഒന്ന്, പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൾഫ് പണത്തെ ആശ്രയിച്ചാണ് ഇവിടെ പോകുന്നത്. ഇവിടെ ലുലു ഉണ്ടെന്നോ അല്ലെങ്കിൽ അതുപോലെ മറ്റു കുറെ സ്ഥാപനങ്ങളുണ്ടെന്നോ കച്ചവട സ്ഥാപനങ്ങളുണ്ടെന്നോ അതുകൊണ്ട് ഇവിടെ നിലനിന്ന് പോകുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടേക്ക് പോയി സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നക്കത്തിനാണെന്നുണ്ടെങ്കിൽ, നെല്ലുപ്പ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഈ പറയുന്ന വിദേശത്ത് നിന്ന് പണം ഇങ്ങോട്ട് വരണം. ഇവിടെ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അവർ സേഫായിട്ട് ഇവിടെ നിന്ന് നികുതി പണം എടുത്തുകൊണ്ടോ കൊള്ളയടിച്ചുകൊണ്ടോ സർക്കാർ ശമ്പളം കൊടുക്കും. ബാക്കിയുള്ളവർ ഇവിടെ എങ്ങനെ ജീവിക്കുന്നത്? ഇവിടെ എന്തെങ്കിലും വ്യവസായമുണ്ടോ? എന്തെങ്കിലും കച്ചവടം ഉണ്ടോ? എന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടോ? ഇവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഗൾഫ് പണത്തെ ബേസ് ചെയ്തിട്ടാണ്. അവിടെ നിന്നുള്ള വരവ് ഇങ്ങോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? അത് ചിന്തിക്കാതെയാണ് ഇറാൻ തകരട്ടെ, ഇറാൻ തകരട്ടെ, അവിടെ കുറെ മുസ്ലിങ്ങളാണ്, കാക്കമാരാണ്, അവർ ചത്തതുലട്ടെ എന്നൊക്കെ ഇവിടെ പറയുന്നത്. ആ വിവരദോഷികളുടെ കമന്റുകൾ കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. എന്തൊരു കഷ്ടമാണ്. അറബ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ തകർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ എന്താ വരുമാനമുള്ളത് നമുക്ക്? ഞാനടക്കമുള്ള കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. യൂട്യൂബേഴ്സ് എന്തെങ്കിലും ഇതുപോലെ ഇരുന്ന് പറയുമ്പോൾ കുറച്ച് പൈസ കിട്ടും. അതുകൊണ്ട് ഫുഡ് ചിലപ്പോൾ എന്തെങ്കിലും കഴിച്ചു പോകുമായിരിക്കും. ആന്ധ്രയിൽ അരി ഉണ്ടാകുന്നത് കൊണ്ട്, തമിഴ്നാട്ടിൽ പച്ചക്കറി ഉണ്ടാകുന്നത് കൊണ്ട് കുറച്ച് വിഷങ്ങൾ എന്നാലും വേണ്ടില്ല, അതൊക്കെ തിന്നുകൊണ്ട് ജീവിക്കുമായിരിക്കും. ഇല്ലേ? അങ്ങനെയാണോ ഇവിടെ എല്ലാവരും? എല്ലാവരും യൂട്യൂബർമാരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റവന്യൂ ഉള്ളവരോ ആണോ? അല്ലല്ലോ. ഇവിടുത്തെ സാധാരണക്കാരായ കച്ചവടക്കാർ, അവർക്ക് കച്ചവടം നടക്കണ്ടേ? ആ കച്ചവടം നടക്കുന്ന പണം നല്ലൊരു ശതമാനം പുറത്തുനിന്നാണ്. നമ്മുടെ കേരളത്തിന്റെ മൊത്തത്തിലുള്ള കണക്കെടുത്താൽ ഒരു പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ ഗൾഫിലേക്ക് പോകാത്ത എത്ര പേരുണ്ട്? ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന്, ഈ GCC രാജ്യങ്ങളിൽ നിന്നല്ലേ പണം ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. ഇവിടെയുള്ള മലയാളികളായാലും മറ്റുള്ളവരായാലും പോയി കഷ്ടപ്പെട്ട് ചോര നീരാക്കി പണിയെടുത്തിട്ടായാലും ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. അല്ലാതെ ഇവിടെ നിന്ന് അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ കുടിയേറിപ്പോയവരാരെങ്കിലും ഇങ്ങോട്ട് പണം അയക്കുന്നുണ്ടോ? അവരെ ഇവിടെ ഉള്ളതും കൂടെ വിറ്റുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അവിടെ സെറ്റിൽ ആകാൻ നോക്കുകയാണ്. ഇവിടെ പറ്റില്ല എന്ന് കരുതിയില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് പണം ഒഴുക്ക് GCCയിൽ നിന്ന് തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ഗൾഫ് രാജ്യങ്ങൾക്ക് തകർച്ച വന്നാൽ നമ്മുടെ സംസ്ഥാനമടക്കം മുഴുവൻ തകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് അവിടുത്തെ ഭരണസ്ഥിരതയെ കൃത്യമായി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുപോലും ചിന്തിക്കാതെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പിന്നാലെ ചാടി ഇങ്ങനെ പോകുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൊണ്ടും ആ സ്നേഹബന്ധങ്ങൾ കൊണ്ടും സൗഹൃദങ്ങൾ കൊണ്ടും ഒക്കെ പല നിലപാടും ഇന്ത്യ എടുക്കും. അതെടുത്തേ പറ്റൂ. കാര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഇന്ത്യ ആ ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇറാൻ ഇന്ത്യ ബന്ധമുണ്ട്. അവർ തമ്മിൽ അടിക്കുമ്പോൾ ഇന്ത്യക്ക് ഒരുപക്ഷെ മാറി നിൽക്കാനേ പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു സൗഹൃദ ഭാഷണത്തിന് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥയ്ക്ക് ശ്രമിക്കാനേ പറ്റുള്ളൂ. മറ്റെന്താ പറ്റുക? ഇറാന്റെ ചെന്ന് കൈക്ക് പിടിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് അടിക്കില്ല, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇറാനിലേക്ക് അടിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അതൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത് എന്നതിനിവിടെ പ്രസക്തിയൊന്നുമില്ല. പക്ഷെ നമുക്ക് നിലപാടെടുത്തേ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറാൻ തകരുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇറാൻ തകർന്നു കഴിഞ്ഞാൽ GCC ഇല്ല. GCC ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മളും ഇല്ല. അതാണ് ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള ഒരു അവസ്ഥ. അതുപോലെ ചിന്തിക്കാതെ കുറെ തൊപ്പിയും താടിയും തലയെക്കെട്ടും കണ്ടിട്ട് അതിൽ സഹിക്കാൻ വയ്യാതെ കുറെ ആൾക്കാർ ഈ വീഡിയോയ്ക്ക് താഴെയും എന്ന് പറയും. കുറെ വിവരദോഷികൾ ചിന്തിക്കാത്തവരാണ്. ഒരു സമാധാനമുള്ളത് മറ്റ് രാജ്യങ്ങളിൽ, GCC രാജ്യങ്ങളിൽ, ഈ പറയുന്ന ഇറാനിലും മറ്റ് ഇസ്രായേലും ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളിലൊന്നും അതിക്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സിവിലിയൻസ് ഭയക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ, ഇവിടെ അറിയുന്നത് പോലെയല്ല കാര്യങ്ങൾ. പക്ഷെ ഭയപ്പെടേണ്ടത് ഇവിടത്തേക്കാൾ കൂടുതൽ പ്രതിസന്ധി അവിടെ വരുന്നു. ഭക്ഷണമായാലും മറ്റു കാര്യങ്ങളായാലും എല്ലാം നെയർ ബേസിലൂടെയാണ് വരുന്നത്. അത് തടയപ്പെടുന്നു അല്ലെങ്കിൽ ലിമിറ്റ് ആക്കപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. അവിടെ അത്രത്തോളം പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇവിടെ എത്രത്തോളം പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അതുകൊണ്ട് അവിടുത്തെ യുദ്ധം കാണുമ്പോൾ കാക്കന്മാർക്ക് അടികിട്ടുന്ന അനുസരിച്ചിട്ട് ഇവിടെ നിന്ന് പുളകിതനാകാൻ നിൽക്കണ്ട. അങ്ങനെ പുളകിതനാകുന്നതിന്റെ സുഖം ഉണ്ടല്ലോ, ആ സുഖം അധികം താമസിക്കാതെ ഇവിടെ അറിഞ്ഞു തുടങ്ങും. മൂട്ടിൽ ചൂടടിച്ചു തുടങ്ങുന്നു. Different angles. Don't forget to subscribe and support this channel.